കാട്ടുജാതിക്കാരനായ കണ്ണപ്പൻ അപഹരിച്ചെടുത്ത ഒരു പശുകിടാവ് കാട്ടിലേക്ക് ഓടിപ്പോയി. കാട് മുഴുവൻ തിരഞ്ഞെങ്കിലും കാണാൻ കഴിയാതെ സന്ധ്യയ്ക്ക് തിരിച്ചെത്തിയ കണ്ണപ്പൻ ആ ദിവ്യധേനുവിനെ വീട്ടില് കണ്ടെത്തി. മകള് മണിമങ്കയുമായി കളിയാടുന്ന ആ പശുക്കുട്ടിയെ കണ്ണപ്പൻ മകൾക്കു തന്നെ നൽകി. പക്ഷേ അന്നു രാത്രി മണിമങ്ക മരിച്ചു. പശുക്കിടാവ് അപ്രത്യക്ഷമാകുകയും ചെയ്തു. പശുക്കിടാങ്ങളെ കാളിക്കു ബലികൊടുത്തതിന്റെ ശിക്ഷയാണ് ഇതെല്ലാമെന്ന് മനസ്സിലാക്കിയ കണ്ണപ്പൻ ആ ദിവ്യമായ കല്ല് പൂജിച്ചു. കണ്ണപ്പന്റെ കാലശേഷം വർഷങ്ങള് കഴിഞ്ഞു പുല്ലുവെട്ടാൻ വന്ന ഒരു സ്ത്രീ അരിവാള് മൂർച്ച കൂട്ടാൻ കല്ലിലുരയ്ക്കുകയും കല്ലില് നിന്നും രക്തം വരികയും ചെയ്തുവത്രേ. എടുത്ത നമ്പൂതിരി പ്രശ്നം വച്ചപ്പോള് അത് ദേവി ചൈതന്യമാണെന്ന് തെളിയുകയും ഇന്നത്തെ പവിഴമല്ലിത്തറയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും അടുത്ത് കിടന്ന ഒരു കണ്ണൻ ചിരട്ടയില് ആദ്യ നൈവേദ്യം അർപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഓർമ്മയ്ക്കായി അവിടെ ഇന്നും കണ്ണൻ ചിരട്ടയില് നൈവേദ്യമുണ്ടത്രേ. ശ്രീ ശങ്കരാചാര്യരുടെ പുറകെ തിരിഞ്ഞു നോക്കില്ലെന്ന ഉറപ്പില് നടന്ന ദേവിയെ ചിലങ്കയുടെ നാദം കേൾക്കാത്തതിനെ തുടർന്ന് തിരിഞ്ഞു നോക്കുകയും ദേവി അവിടെ ഇന്നത്തെ കൊല്ലൂരില് മൂകാംബികയായി പ്രതിഷ്ഠിതയാക്കുകയും ചെയ്തു. ആചാര്യരുടെ ആഭ്യർത്ഥന മാനിച്ച് എന്നും രാവിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തില് വന്നു കൊള്ളാമെന്ന് ദേവി ഉറപ്പു നൽകുകയും ചെയ്തു.